വെൽക്കം ടു ഫുഡ് ഇൻഷി. നമുക്ക് കുറച്ച് കായ്പോള ഉണ്ടാക്കിയെടുത്താലോ. നമുക്ക് വൈകുന്നേരത്തെ ചായക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതൊന്നാണ്. അപ്പോൾ അതിന് ഞാനൊരു 3-4 നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. പഴുത്ത പഴമാണ്. ഇതൊക്കെ ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും. പെട്ടെന്നൊക്കെ ഉണ്ടാക്കാനൊക്കെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് എടുത്താൽ മതി. ഒരു 4 കോഴിമുട്ട, കുറച്ച് കിസ്മിസ്, അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, പിന്നെ പഞ്ചസാര, ഉപ്പ്. ആദ്യം ഈ മുട്ടയും പഞ്ചസാരയും കൂടി ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. അതിനു മുമ്പ് ഈ പഴം ഒന്ന് വാട്ടിയെടുക്കുക. ആദ്യം പഴം വാട്ടിയെടുക്കുക, എന്നിട്ട് മുട്ടി പഞ്ചസാര അടിച്ചെടുക്കാം. 2 പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. രണ്ടും ചൂടായി വന്നിട്ടുണ്ട്. ഒന്നിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നിലേക്ക് നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. പഴം ഒന്ന് വാട്ടിയെടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയും പൊരിയും ചെയ്യട്ടെ, പഴം വാട്ടി ചെയ്യട്ടെ. നമുക്ക് ഈ മുട്ട അടിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ചൂട് സമയം മുട്ട ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നോക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഓരോന്നോരോന്ന് അടിച്ചു വെച്ച് കൊടുത്താൽ മതി. ഇത് നന്നായി അടിച്ചെടുക്കാം. നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര, ഉപ്പ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇട്ട് കൊടുക്കുക. കുറച്ച് സമയം നന്നായി അടിച്ചെടുക്കുക. അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായ കൂടി ഇട്ട് കൊടുക്കാം. പൊടിച്ച് വെച്ചാണ്. ഇനി പഴം മാറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് നന്നാക്കിയെടുത്താൽ ഇത് നമുക്ക് നേരെ പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. അപ്പോൾ ഞാൻ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല ഓയിലൊക്കെ പറ്റിയിട്ട് വെച്ചതാണ്. അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ച മുട്ടയും പഴവും അത് ഒഴിച്ചു. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അതിനകത്ത് മൂടി കൊടുക്കുക. അത് വെന്ത് വരട്ടെ. നമ്മളെ കായ്പോള തയ്യാറായി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുക. എന്താ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് തട്ടിയിട്ട് വൈകിട്ടത്തെ ചായക്ക് കൂട്ടി കുടിക്കാൻ നല്ലതാണ്. ചായൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പലഹാരമായത്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് തട്ടിയിട്ടുണ്ട്. അതിന് മൂടിയിലേക്ക് തന്നെ തട്ടി കൊടുത്തതാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഉണ്ടോ കായ്പോള. ഇത് തലശ്ശേരി കണ്ണൂർ ഭാഗത്തൊക്കെ ഭയങ്കര ഫേമസ് ആട്ടോ.
ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചിട്ട് ഏതാണ്ട് പാത്രത്തിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. അടിയിൽ എപ്പോഴും എന്തെങ്കിലും ഒരു ചപ്പാത്തിക്കല്ല എന്തെങ്കിലും വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. ഇതുമാതിരി ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ എളുപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ് ഇത്. വേഗം ഉണ്ടാവും. 2 പഴം 2 കോഴിമുട്ട ഉണ്ടായാൽ മതി. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം നിങ്ങൾ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യും വേണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. ബൈ.